വീണ്ടും നമ്മൾ ചേലക്കരയിലേക്ക് പോവുകയാണ്. ചേലക്കരയിൽ നിന്നും സുജു ടി ബാബു ഒപ്പം ജോസിൽ സെബാസ്റ്റ്യൻ എന്നിവർ ചേരുന്നുണ്ട്. സുജുവിലേക്കാണ് ആദ്യം. സുജു, സ്ഥാനാർത്ഥികളൊക്കെയും വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് അവരുടെ ഈ വോട്ടെണ്ണൽ ദിനത്തിലുള്ള ആദ്യ പ്രതികരണങ്ങളൊക്കെയും രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് ചേലക്കരയിൽ, പ്രത്യേകിച്ച് UR പ്രദീപ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. അത്രത്തോളം വലിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയ്ക്കായിരിക്കും ഇക്കുറി ചേലക്കരയുടെ വോട്ട് എന്ന ശക്തമായ ആത്മവിശ്വാസം മുന്നണിക്കും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയും പ്രകടിപ്പിച്ചു ഘട്ടമാണ്. വോട്ടർമാർ ഈ പ്രചാരണ കാലയളവിൽ ഉടനീളം നമ്മൾ നിരവധിയായിട്ടുള്ള റിപ്പോർട്ടുകൾ, തത്സമയ വിവരങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. വോട്ടർമാർ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തായാലും വലിയ അതിശക്തമായ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് മൂന്ന് മുന്നണികളും മണ്ഡലത്തിൽ. ഇതിൻ്റെയൊക്കെയും ഒരു ഫലം എന്തായിരിക്കുമെന്നറിയാൻ ഏതാനും സമയം മാത്രമാണ് നമുക്ക് മുന്നിൽ ബാക്കിയുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഏതെങ്കിലും നിലയിലുള്ള പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ പ്രധാന നേതാക്കളിലൊക്കെയും പ്രതികരിക്കുന്നുണ്ടോ സുജു? കാവ്യ, അല്പസമയത്തിനുള്ളിൽ തന്നെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് മാധ്യമങ്ങളെ കാണും. നമ്മളിപ്പം പ്രദീപിൻ്റെ വീട്ടിൽ മുൻവശത്താണുള്ളത്. 7 മണിയോടുകൂടി തന്നെ പ്രദീപ് മാധ്യമങ്ങളെ കാണുന്നതാണ് നമുക്ക് കരുതുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് LDF ക്യാമ്പുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ വിജയപ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് അവർ വിജയം ഉറപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ചേലക്കരയിലുള്ളത്. അതിനകത്ത് അവർക്ക് മറ്റൊരു സംശയം പോലുമില്ലായിരുന്നു. പ്രത്യേകിച്ച് വിജയിക്കാൻ നിരവധി കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് വികസന തുടർച്ച. കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ 1996 മുതൽ നീണ്ട ഒരു നൂറ്റാണ്ടുകളോളമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷമാണ്. അതായത് 96-ൽ ചെങ്കോട്ടയായ ശേഷം പിന്നീട് ഒരിക്കലും LDFന് തിരിഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യം ഈ ചേലക്കരയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും 7 തവണ തുടർച്ചയായി തങ്ങളുടെ കൂടെ നിന്ന മണ്ഡലം ഇത്തവണയും ഉറപ്പായി കൂടി ഉണ്ടാവുന്ന വിശ്വാസം തന്നെയാണ് LDFനുള്ളത്. അതിൻ്റെ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്ന പ്രധാനമായി മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, 96-ൽ K രാധാകൃഷ്ണൻ MLA ആയ ശേഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, പിന്നീട് പ്രദീപ് 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ അങ്ങനെ K രാധാകൃഷ്ണൻ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പ്രദീപ് പൂർത്തിയാക്കുന്നു. പ്രദീപിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ പിന്നീട് K രാധാകൃഷ്ണൻ പൂർത്തിയാക്കുന്നു. അങ്ങനെ ഇരുവരും നടത്തിയ, അതായത് LDFൻ്റെ ഒരു ഭാഷ്യമുണ്ട്, ചേലക്കരയാക്കി മാറ്റിയ ജനനായകരാണ് K രാധാകൃഷ്ണനും UR പ്രദീപ് എന്നുള്ള അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം വലിയ ആത്മവിശ്വാസം പകരുന്നത്. അത്തരമൊരു വിശ്വാസം വെച്ച് പുലർത്തുന്നതുകൊണ്ട് തന്നെ ഇത്തവണ വിജയം സുനിശ്ചിതത്വം മറ്റു ഒരു തരത്തിലും മരിച്ചൊരു തരത്തിൽ ഒരു വേവ് ഉണ്ടാകാൻ സാധ്യതയെ കാണുന്നില്ല. പ്രത്യേകിച്ച് UDFനുള്ളിലെ പടലപ്പിണക്കങ്ങളൊക്കെ തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് DMK സ്ഥാനാർത്ഥി അല്ലെങ്കിൽ DMK പിന്തുണ നൽകിയ സ്ഥാനാർത്ഥി PV അൻവർ, അത് കോൺഗ്രസിൻ്റെ AICC അംഗമായിരുന്നു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ. അങ്ങനെ കോൺഗ്രസിന് വിവിധ സ്ഥാനാർത്ഥി വരുന്നു. പ്രത്യേകിച്ച് രമ്യ ഹരിദാസിനോടുള്ള മണ്ഡലത്തിലെ എതിർപ്പ്, ഈ ലോക്സഭ MP ആയിരുന്ന കാലഘട്ടത്തിൽ രമ്യ ഈ ചേലക്കരയെ കാര്യമായി പരിഗണിച്ചില്ല എന്നുള്ള UDFകാരുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ആക്ഷേപമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ UDFൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ ക്യാമ്പിൽ ആശങ്ക സൃഷ്ടിക്കുമ്പോൾ LDFനെ സംബന്ധിച്ചോളം അത്തരത്തിൽ പാർട്ടിക്കുള്ളിലോ മുന്നണിക്കുള്ളിലോ ഒന്നും തന്നെ യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഇത്തവണ LDFൻ്റെ വിജയം സുനിശ്ചിതത്വം എന്നാണ് LDF കരുതുന്നത്. പഞ്ചായത്തുകളുടെ എണ്ണം എടുക്കുമ്പോഴും 9 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തും LDF തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. അത്തരത്തിലൊക്കെ സാഹചര്യങ്ങളെല്ലാം കാവ്യ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന LDFന് മുൻതൂക്കമാണ്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയെ പറ്റി പറയുമ്പോൾ നമ്മൾ UR പ്രദീപിൻ്റെ കൂടെ ഒരു 10-15 ദിവസം അദ്ദേഹത്തിൻ്റെ വാഹന പര്യടനത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളെല്ലാം പ്രദീപ് വെച്ച് പുലർത്തുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതിൽ പ്രദീപ് ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായി ആളുകൾ ഈ സ്വീകരണ പോയിന്റിലേക്ക് എത്തുമ്പോൾ അത് നമ്മളും അതിനെ അനുഭവിച്ചൊരു കാര്യം, നമ്മൾ നേർസാക്ഷി കൂടിയാണ്. അതായത് ഈ സ്വീകരണ പോയിന്റിൽ നിൽക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് പോകുന്ന വഴിയിൽ കുടുംബശ്രീയുടെ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അവർ തൊഴിൽ എടുക്കുന്ന ഇടമാണെങ്കിൽ പോലും അവരെ പണി നിർത്തിക്കൊണ്ട് പ്രദീപിനെ കാണുമ്പോൾ അഭിവാദ്യം ചെയ്യുന്നു, അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു, അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു. അത്തരത്തിൽ വലിയ സ്വീകാര്യത പ്രദീപിന് ഈ വാഹന പര്യടനത്തിന് എല്ലാം ലഭിച്ചിരുന്നു. വലിയ സ്നേഹം ആളുകളിൽ നിന്ന് ലഭിക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് പ്രദീപിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം എന്ന് തന്നെയാണ് കരുതുന്നത്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ മാധ്യമങ്ങളെ കാണും. അത്തരം പ്രതീക്ഷകൾ നമുക്ക് ഇപ്പം കാണും. ആ വാർത്തയിലേക്ക് പോകാൻ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് പ്രദീപിന് ലഭിച്ച ജനങ്ങളുടെ പ്രതികരണം, അത് അദ്ദേഹം 2016-ൽ അദ്ദേഹം പറയുന്നത് 16-ൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ഒരു ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ്, അത്തരത്തിലൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭാരവാഹി അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഭരണകർത്താവ് എന്ന നിലയിൽ മാത്രമായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് MLA ആയി 2016. അതുകൊണ്ട് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു MLA എന്ന നിലയിൽ ജനങ്ങൾ കാട്ടിയ വിശ്വാസം എത്രത്തോളം അദ്ദേഹം നീതി പുലർത്തിയെന്ന് ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു തിരഞ്ഞെടുപ്പുണ്ടാണ്. അപ്പോൾ തന്നെ ജനങ്ങൾക്ക് അറിയാവുന്ന ആളാണ്, താൻ ഇവിടുത്തെ MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ അറിയാവുന്ന നാട്ടുകാർ തന്നോടൊപ്പം ഇത്തവണ വലിയ ഭൂരിപക്ഷം തന്ന് വിജയിപ്പിച്ച് പിന്തുണ നൽകുമെന്ന് തന്നെയാണ് പ്രദീപിൻ്റെ വിശ്വാസം.